1:15 കഴിക്കാം പോരെ? അതൊക്കെ മതി. വന്നതന്നെ 12 മണിക്ക്. അപ്പോൾ ശ്രീ മഹാദേവി പിന്നെ മാത്രമല്ലേ ഞാൻ ഈ 12 കഴിച്ചുകൊണ്ട് ദഹിച്ചിട്ടില്ല. അതുകൊണ്ടാ ഒരു അധ്യായം കൂടി വായിച്ചിട്ട് നമുക്ക് തത്വത്തിലേക്ക് കടക്കാം. 2 കഥ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത് ഫസ്റ്റ് 2 കഥ കിട്ടിയില്ലേ? അതെ, അപ്പോൾ എന്നാ പ്രശ്നമില്ല. അഥ ചതുർവിംശോധ്യായ ദേവി ചരിതം വ്യാസോവാച ഓം തസ്യാസ്തദ്വചനം ശ്രുത്വാ ഭവാന്യാസാദൃഭോത്തമ പ്രോവാച വചനം തത്ര ഭക്തി സംയുതാ സുബാഹുവാച ഏകദോ ദേവലോകസ്യ രാജ്യം ഭൂമണ്ഡലസ്യ ച ഏകദോ ദർശനം തേ വൈ ന ചാതുല്യം കദാചന ദർശനാൽ സദൃശം കിഞ്ചിത് ത്രിഷു ലോകേഷു നാസ്തി മേ കം വരം ദേവി യാചേഹം കൃതാർത്ഥോസ്മി ധരാതലേ ഏതദിച്ഛാമ്യഹം മാതർയാചിതും വാഞ്ചിതും വരം തവ ഭക്തി സദാ മേ സ്തു നിശ്ചലാ ഹ്യനപായിനി. ശ്രീ മഹാദേവി എല്ലാവരും ഏറ്റു ചൊല്ലാം. ഓം ഏതദ് ഇച്ഛാമ്യഹം മാതഃ യാചിതും വാഞ്ചിതം വരം തവ ഭക്തി സദാ മേ സ്തു നിശ്ചലാ ഹ്യനപായിനി. ನೋಡಿ, ഏതദിച്ഛാമ്യഹം മാതഃ യാചിതും വാഞ്ചിതം വരം തവ ഭക്തി സദാ മേ സ്തു നിശ്ചലാ ഹ്യനപായിനി. നഗരേത്ര ത്വയാ മാതാ സ്ഥാതവ്യം മമ സർവദാ ദുർഗാദേവീതി നാംനാ വൈ ത്വം ശക്തിരിഹ സംസ്ഥിതാ രക്ഷാ ത്വയാ ച കർത്തവ്യാ സർവദാ നഗരസ്യ യഥാ സുദർശനസ്ത്രാദോ രിപുസംഘാതനാമയ തഥാ അത്ര രക്ഷാ കർത്തവ്യാ വാരണസ്യാസ്ത്വയാംബികേ ഹരേ യാവത് പുരീ ഭവേത് ഭൂമൗ സുപ്രതിഷ്ഠാ സുസംസ്ഥിതാ താവത് ത്വയാ സ്ഥാതവ്യം ദുർഗേ ദേവി കൃപാനിധേ വരവയം മമ തേ ദേയ കിമന്യ പ്രാർത്ഥയാമ്യഹം വിവിധാൻ സകലാൻ കാമാൻ ദേഹി മേ വിദ്വിഷോ ജഹി അഭദ്രാണാം വിനാശം ച കുരു ലോകസ്യ സർവദാ. എല്ലാവരും ഏറ്റില്ല. വിവിധാൻ സകലാൻ കാമാൻ ദേഹി മേ വിദ്വിഷോ ജഹി അഭദ്രാണാം വിനാശം ച കുരു ലോകസ്യ സർവദാ. ഒന്നും കൂടി. വിവിധാൻ സകലാൻ കാമാൻ ദേഹി മേ വിദ്വിഷോ ജഹി അഭദ്രാണാം വിനാശം ച കുരു ലോകസ്യ സർവദാ. ശ്രീ മഹാദേവി നമഃ. എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വരം യാചിക്കാനുള്ള ആഗ്രഹം പോലും സ്വതേ പാടില്ല. എന്നാലും ഞാൻ ഒരു ഇഷ്ടപ്പെട്ട വരം യാചിക്കാം. എന്താ അത്? എനിക്ക് അമ്മയിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തിയെ തരും. രണ്ടാമത്തേല് എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരണേ. എന്താ പറ്റി? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്താ പറയാറും, കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം, അല്ലേ? രാവിലെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ച് തരണമെന്ന്, അല്ലേ? എല്ലാ അഭീഷ്ടങ്ങളും എന്താണ്? വിവിധാൻ കാമാൻ സകലാൻ ദേഹി മേ. എന്നിട്ടോ ശത്രുക്കളെ നശിപ്പിക്കാം. നമ്മുടെ ശത്രുക്കളെ ഇല്ലേ, ഏട്ടൻ്റെ കാച്ചിക്കലളം അല്ലേ? കാമക്രോധാദിലോപാത് ദംഭാത് അങ്ങനെ അനവധിയുണ്ട്. എത്രയുള്ള 36 നേരിട്ടുള്ള ശത്രുക്കളുണ്ട്. ഈ 36 ശത്രുക്കളെ ഹനിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ 36ന്റെ കണക്കെടുക്കാറില്ലേ? 36ന്റെ കണക്കെടുക്കാറില്ലേ? നാമം ജപിക്കും 36, പഞ്ചേമം 36, കണക്കെങ്ങനെ അടുക്കി പോകണില്ലേ? ഏതായാലും ശത്രുക്കളെ നശിപ്പിക്കാം. പിന്നെയോ ലോകത്തിന് മംഗളം അല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് ലോകത്തിന് മംഗളത്തെ അമ്മ പ്രദാനം ചെയ്യണം. അതായത് അമംഗളങ്ങളെ നശിപ്പിക്കുകയും വേണം, മംഗളത്തെ ഉണ്ടാക്കുകയും വേണം. ഇത് രണ്ടും നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. പറ്റുമോ? നമുക്ക് മംഗളത്തെ ഉണ്ടാക്കി തീർക്കണം എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ. നമ്മൾ ചിലതൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്, അത് പൂർണ്ണമാവില്ല.
നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്താലും പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഈ പൂർണ്ണമാകാനുള്ള കഴിവ് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് വിവിധാൻ സകലാൻ കാമാൻ ദേഹിമേ. പിന്നെയോ വിദ്വേഷോ ജഹി, അതിനെ നശിപ്പിക്കൂ. അഭദ്രാണാം വിനാശം ച, ഭദ്രമല്ലാത്തതിനെ മുഴുവൻ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അതേപോലെ കുരു ലോകസ്യ സർവദാ മംഗളം, അല്ലെങ്കിൽ കുരു മംഗളം ലോകസ്യ സർവദാ. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സുദർശനൻ ആകെ 3 ശ്ലോകം കൊണ്ടാണ് അമ്മയെ സന്തോഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഭക്തനാരാ? സുദർശനാണ്. ഇവിടെ സ്തുതിച്ചതാരാ? അത് സുബാഹുവാണ്. സുബാഹു ആദ്യത്തെ അധ്യായത്തിൽ അമ്മ വിസ്തരിച്ച് വായിച്ചു. ആ സ്തുതി ഒരു പ്രത്യേക സ്തുതിയാണ്. അത് കഴിഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെടും. എന്താ പ്രത്യക്ഷം അവിടെ ഉണ്ട്, എന്നാലും ശ്രീ സുദർശനോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്താ വേണ്ടത്? ഒന്നും എനിക്ക് വേണ്ട. അമ്മയെ കാണുന്നത്, അമ്മയെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒരു തട്ടിൽ വയ്ക്കാം. അമ്മയെ ദർശിക്കലാകുന്നതായിട്ട് ഇതിനെ ഒരു തട്ടിൽ വയ്ക്കാം. ഈ രണ്ടും കൂടിയിട്ട് തട്ടിനെ താരതമ്യം തുലനം ചെയ്യുമ്പോൾ, അല്ലെ, ത്രാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, തുലനം ചെയ്യുമ്പോൾ ഈ കാണൽ ആണ് മൂല്യം കൂടെ. അതുകൊണ്ട് അത് പൊന്തില്ല. ഈ വസ്തുക്കളൊക്കെ ഇരിക്കുന്നത് പൊന്തും. അപ്പം അതുകൊണ്ട് എനിക്കിനി വേറെ ഒരു ആഗ്രഹമില്ല. ആകെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ഇത് സ്ഥായിയായിട്ട് നിലനിൽക്കണം. എന്ത്? അമ്മയിലുള്ള ഈ പാദഭക്തി. അതേപോലെ തന്നെ മറ്റൊരാഗ്രഹമുള്ളത്, എന്നിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഈ ശത്രുതാഭാവങ്ങളുണ്ടെങ്കിൽ, ശത്രുതാഭാവമാണ് കാമക്രോധാദികൾ, അത് നശിപ്പിച്ച് തരണേ. മാത്രമല്ല ഇത് മുഴുവൻ എന്ത് ചെയ്യണം? മംഗളമാക്കി തരണം എന്ന് പ്രാർത്ഥിക്കണം. സുദർശനം പറയണത്, എനിക്ക് ഭഗവാനെ അല്ല, അമ്മയെ കൃത്യമായിട്ട് അറിയില്ല. അമ്മയുടെ ഇച്ഛ എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കണം. അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ കുട്ടിയെ കൂടെ വായിപ്പിക്കാൻ തരായത് എന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിൽ അമ്മയോട് തോന്നി, ആ കുട്ടിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇനി തോന്നും. കാരണം ഇവിടുന്ന് ഒരു എന്ത് കിട്ടും? ഒരു പാശാങ്കുശ വരെയാണ്. അപ്പം അതുകൊണ്ട് ആ തോട്ടി എടുത്തിട്ട് ഒന്നിങ്ങനെ വലിച്ചോളും. വ്യാസവാച ഇതി സംപ്രാർത്ഥിതാ ദേവി ദുർഗാ ദുർഗതിനാശിനി തമുവാചാ നൃപം തത്ര സ്തുത്വാ വൈ സംസ്ഥിതം പുരാ. ദുർഗോവാച രാജൻ സദാ നിവാസോ മേ മുക്തിപുര്യാം ഭവിഷ്യതി രക്ഷാർത്ഥം സർവലോകാനാം യാവത് തിഷ്ഠതി മേദിനി. എത്ര കാലമാണോ ഈ ഭൂമി നിലനിൽക്കുന്നത് അത്രയും കാലം ഞാൻ ഈ കാശിപുരിയിൽ വസിച്ചോളാം. ഇതിനും കൂടുതൽ എന്താ വേണ്ടേ? നമ്മൾ കാശി പോട്ടെ, നമ്മുടെ അല്ലേ ഹൃദയസ്ഥയാണല്ലോ. നമ്മൾ സഹസ്രം ചെല്ലുമ്പോൾ ഹൃദയസ്ഥ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ലക്ഷ്മി പറഞ്ഞ എന്താ? അങ്ങയുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഇരിക്കുന്നുണ്ട്, അങ്ങക്ക് കാണാൻ തരാമെന്ന്. നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ട് നമുക്ക് കാണാത്തേ അല്ലേ? അഥോ സുദർശനസ്തത്ര സമാഗത്യ അമുദാന്വിത പ്രണമ്യ പരയാ ഭക്തിയാ തുഷ്ടാവ ജഗദംബികാം. സുദർശനകുമാരൻ സ്തുതിക്കുകയാണ്. അഹോ കൃപാതേ കഥയാമ്യഹം കിം ത്രാതസ്ത്വയാ യത്കില ഭക്തിഹീന ഭക്താനുകമ്പേ സകലോ ജനോസ്തി വിമുക്ത ഭക്തേഃ അവനം വ്രതം തേ. ത്വം ദേവി സർവം സൃജസി പ്രപഞ്ചം ശ്രുതം മയാ പാലയസി സ്വസൃഷ്ടം. ത്വമത്സി സംഹാരപരേ ച കാലേ ന തേത്ര ചിത്രം മമ രക്ഷണം വൈ. കരോമി കിം തേ വദ ദേവി കാര്യം ക്വ വാ പ്രജാമേത്യനുമോദയാശു. കാര്യേ വിമൂഢോസ്മി തവാജ്ഞയാഹം ഗച്ഛാമി തിഷ്ഠേ വിഹരാമി മാതാ. ഇങ്ങനെ നമുക്ക് പറയാറാവുകയേ വേണ്ടു. അമ്മ ഭക്ത വത്സലയാണ് അല്ലേ? നമ്മൾ ഭക്തി ഉണ്ടെങ്കിൽ വാത്സല്യം അമ്മയിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ അമ്മ എന്നെ രക്ഷിച്ചു, ഇത് നാട്ടുകാർക്ക് തോന്നിയതാ. എന്നെ രക്ഷിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് എന്നെ രക്ഷിക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധസമയത്ത് അമ്മ വന്നു, ശത്രുക്കളെ അമ്മ കൊന്നു. ഇതിലെന്താ അത്ര അത്ഭുതപ്പെടാനുള്ളത്? ഇത്രയും കൂടുതൽ അനുകമ്പയോട് കൂടിയിട്ട് ഈ 5 വയസ്സ് പോകുമ്പോൾ ആരുമില്ലാത്ത നിസ്വനായിട്ടല്ലേ പോയത്. എന്നെ ഇത്രയും വലിയൊരു രാജാവാക്കിയില്ലേ? ഒരു രാജാവിൻ്റെ മകളെ തന്നെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലേ? വലിയൊരു സദസ്സാണ് ഉണ്ടായിരുന്നത്. അവിടെ എല്ലാവരെയും വെല്ലുവിളിക്കലോ ഒന്നും വേണ്ടിയൊന്നുമില്ല. എന്തുണ്ടായത്? സൂത്രത്തിൽ രാത്രി കെട്ടി അല്ലേ? ഇപ്പോൾ ഇതാ പോണ വഴിക്ക് ഒരു ആപത്ത് വരാൻ പോകണം. ആപത്തുനിന്ന് അമ്മ ആവശ്യപ്പെട്ടൊന്നുമില്ല, രക്ഷിച്ചു അല്ലേ? അപ്പോൾ സൃഷ്ടി അമ്മയാണ് ചെയ്യുന്നത്, പാലനം അമ്മയാണ് ചെയ്യുന്നത്, സംഹരിക്കലും അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തി ഉള്ളവരെ രക്ഷിക്കുക എന്നത് അമ്മയുടെ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് ശ്രുതം മയ പാലയസി സ്വസൃഷ്ടം. അമ്മയാൽ ഇത് സൃഷ്ടിക്കുന്നതിനെ മുഴുവൻ അമ്മ പാലിക്കുമെന്നുള്ളത് ഉറപ്പാണ്, ആ നിയമമാണ്. ഇപ്പം അത്
എനിക്കും അനുഭവപ്പെട്ടു. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിലിപ്പോൾ എന്താ അത്ഭുതപ്പെടാനുള്ളത് അല്ലേ? അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഇത് കരോമിക്കും തേ വധ ദേവി കാര്യം. ഞാൻ എന്താ ഇനി അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം. ഗച്ഛാമി തിഷ്ഠേ വിഹരാമി മാത. എങ്ങനെ? ആ തവ ആജ്ഞയാ. അങ്ങ് എന്താണോ പറയുന്നത്, അമ്മ എന്താ എന്നോട് പറയണത്, ഞാൻ അതിനനുസരിച്ച് നിൽക്കുക നിൽക്കാം, ഇരിക്കുക ഇരിക്കാം, വിഹരിക്കുക വിഹരിക്കാം. അമ്മ പറഞ്ഞ് ഞാൻ അതേപടി അനുസരിക്കും. ഈ ബോധം ഉണ്ടാവേ വേണ്ടു. എന്താ ബോധം വേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്നതും എൻ്റെ ഇഷ്ടത്തിന് എനിക്കെന്തെങ്കിലും കിട്ടാനല്ല. അമ്മ എന്നെ കൊണ്ട്, ഞാനൊരു ചട്ടുകാണ്, ഈ ചട്ടുകത്തിന് വല്ല റോളും ഉണ്ടോ? അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചട്ടുകത്തിന് റോളില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചട്ടുകമാണ്. കാരണം എന്താ? ഞാൻ കാര്യ വിമൂഢ അസ്മി. എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. അതിനുള്ള ജ്ഞാനം എനിക്കില്ലാത്തത് കൊണ്ട് ആരാ പറയണത്? 5 വയസ്സിൽ അമ്മയെ ഭജിക്കാനുള്ള മന്ത്രം അറിയാതെ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിന്ന് വന്നതാണ് ക്ലീങ്കാരം. അത് ജപിച്ച അമ്മ സന്തുഷ്ടിയായിട്ട് ആയുധവും സൈന്യവും എന്തൊക്കെയാണ് വേണ്ടതൊക്കെ കൊടുത്ത ആ പരമഭക്തനാണ് പറയണത് എനിക്കൊന്നും അറിയില്ല. വിനയ വിദ്യസമ്പന്ന ആ ഒരു ഭാവത്തിലെത്തിയ ആ ഉണ്ണിയെ എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കുന്നു. പിന്നെ അമ്മയുടെ അനുഗ്രഹം കഴിഞ്ഞാൽ അമ്മ മറഞ്ഞു. ആ സമയത്ത് എല്ലാവരും പിന്നെ ആരെന്താ ഉണ്ടായത്? ഭക്തന്റെ കാര്യം പിടിച്ചാലാണല്ലോ യഥാർത്ഥത്തിൽ ഭക്തി കിട്ടുക അല്ലേ? ഭഗവതിയിൽ നിന്ന് ഭക്തി കിട്ടാൻ കുറച്ച് നിൽക്കാം. പക്ഷെ ഭക്തന്റെ കാര്യം പിടിച്ചാൽ ഇപ്പം നിങ്ങളാ ഭക്തൻ ഞാനാ ഭക്തൻ, അപ്പം നിങ്ങൾ കണക്കാക്കുന്നത് ഞാനല്ല ഭക്തൻ. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. എൻ്റെ സ്ഥാനം 3ാമതാണ്, നിങ്ങളാണ് 1ാമത്. 2ാമത്തെ സ്ഥാനം പിന്നിലിരിക്കുന്നില്ലേ കണക്കെഴുത്തുകാർ, അവരാണ് 2ാമത്തെ സ്ഥാനം. ഞാൻ 3ാമത്തെ സ്ഥാനം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാവുന്നത്, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുക. ഞാൻ ഇങ്ങനെ മാറും. നിങ്ങളെ സ്ഥായിയാണ്, നിങ്ങൾക്കാണ് പ്രാധാന്യം. ഞാൻ എൻ്റെ കേമത്തൊക്കെ പറയാൻ വേണ്ടി ഞാൻ ആ കേമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതില്ല. ഞാൻ 3ാമത്തെയാണ്. ഇവിടെ ആര് കാണിച്ചാൽ ഇരുത്താൻ സാധിക്കും. നിങ്ങളെ മാറ്റാൻ പറ്റില്ല, അപ്പുറത്തുള്ളവരെ മാറ്റാൻ പറ്റില്ല. അവരുടെ കൺട്രോളിലാണ്. ആ കൺട്രോള് ആരാ? അവിടുന്ന് ചെയ്യപ്പെടും. അവിടുന്ന് പറഞ്ഞ് കേട്ടില്ലാക്കിയ അപ്പോൾ യുദ്ധാജിത്തും ശത്രുജിത്തും മരിച്ചില്ലേ എന്ന കൂട്ടത്തിൽ സിദ്ധി കിട്ടും. അല്ലെങ്കിലോ സിദ്ധനാവും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അതെ. അപ്പോൾ നമുക്ക് എത്രയേ വേണ്ടൂ? ഞാൻ കാര്യത്തിൽ വിമൂഢനാണ്. അമ്മ എന്താണോ പറയുന്നത് അതിനെ എന്നോട് പറഞ്ഞോളൂ. അതേപോലെ ഞാൻ നിൽക്കാം, നടക്കാം, വിഹരിക്കാം. വിഹരിക്കാച്ച പ്രവർത്തികൾ ചെയ്തോളാം എന്നാണ് സേവനമായിട്ട്. തം തഥാ ഭാഷമാണം തു ദേവി പ്രാഹ ദയാന്വിതം ഗച്ഛായോധ്യാം മഹാഭാഗ കുരു രാജ്യം കുരോജിനം. അമ്മ വിട്ടില്ല കേട്ടോ. അമ്മ പറഞ്ഞു എന്താ? അയോധ്യയിലേക്ക് പോയിക്കോളൂ. എന്നിട്ടോ എന്നെ സ്ഥിരമായിട്ട് സ്മരിക്കൂ. അതായത് ലോട്ടറി കിട്ടിയാൽ പിന്നെ ദൈവം വേണ്ട. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നാൽ പിന്നെ പൂരായണ. അപ്പം അതുകൊണ്ട് അത് പറ്റില്ല. അമ്മ പറഞ്ഞു സ്മരണീയ സദാഹം തേ പൂജനീയ പ്രയത്നത സംവിധാസ്യാമ്യഹം നിത്യം രാജ്യത്തെ നൃപസത്തമ. അതുകൊണ്ട് അങ്ങ് രാജ്യത്തെ നന്നായിട്ട് തന്നെ ഭരിച്ചോളൂ, എന്നെ സ്മരിച്ചുകൊണ്ട്. നീ എന്നെ സ്മരിക്കുക മാത്രമല്ല കേട്ടോ, എല്ലാവരെ കൊണ്ടും സ്മരിപ്പിക്കുകയും വേണം, പൂജിപ്പിക്കുകയും വേണം. എനിക്ക് വേണ്ടി അമ്പലം കെട്ടു. ഇതൊക്കെ അമ്മ ഓർഡറായിട്ട് കൊടുക്കുകയാണ്. അഷ്ടമ്യാം ച ചതുർദശ്യാം നവമ്യാം ച വിശേഷത മമ പൂജ പ്രകർത്തവ്യ ബലിദാന വിധാനത. ഇപ്പോൾ നമ്മളിവിടെ അഷ്ടമിക്കാണ് പൂജ തുടങ്ങുന്നത് അല്ലേ? നവരാത്രി പൂജ, അഷ്ടമിക്ക് തുടങ്ങി പുസ്തക പൂജ. ഇപ്പം അത് കഴിഞ്ഞ് നവമി, ദശമി, വിജയദശമി ആയി കഴിഞ്ഞാൽ പുസ്തകം നമ്മളെടുക്കും. അപ്പം അതേപോലെ വിശേഷപ്പെട്ട തിഥികൾക്ക്, നാളുകൾക്ക് ഒക്കെ എനിക്ക് വേണ്ടിയിട്ട്, അതേപോലെ കൊല്ലത്തിലെ ഒരു ഉത്സവം, അമ്പലത്തിൽ അങ്ങനെയൊക്കെ നിയമമുണ്ട്. അങ്ങനെ ആ നിയമേന എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ആചാര്യ തമസ അല്ലേ, ആംനായ ജപയെന്ന് വെച്ചാൽ നിത്യം പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ കൊല്ലത്തിലും ഒരു തവണ ഉത്സവം വേണം, അന്നദാനം വേണം. പിന്നെ തന്ത്രി ഒരു കൊല്ലത്തിലൊരിക്കൽ തന്ത്രി പൂജ ചെയ്യിക്കണം. അതൊക്കെ നിർബന്ധമാണ്. 5 കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. അർച്ചാമതീയ നഗരെ സ്ഥാപനീയ ത്വയാനക പൂജനീയ പ്രയത്നേന ത്രികാലം ഭക്തിപൂർവകം ശരത്കാലേ മഹാപൂജ കർത്തവ്യ മമ സർവദാ നവരാത്രവിധാനേന ഭക്തിഭാവയുതേന ച ചൈത്രേശ്വിനെ തഥാ ആഷാഢേ മാഘേ കാര്യോ മഹോത്സവ നവരാത്രേ മഹാരാജ പൂജാകാര്യ വിശേഷത കൃഷ്ണപക്ഷേ ചതുർദശ്യാം മമ ഭക്തി സമന്വിതൈ
कर्तव्यान्द्रवशाद्दूला तथा अष्टम्यां सदा बुधै व्यासोवाच इत्युक्त्वा अन्तर्हिता देवी दुर्गा दुर्गतिनाशिनी नदा सुदर्शनेनाथ स्तुत्वा च बहुविस्तरं सर्वत्र श्रीमद्देवी नामसङ्कीर्तनं श्री महादेवी नमः। अन्तर्हितां तु तां दृष्ट्वा राजानः सर्व एव ते प्रणयमुस्तं समागम्य यथा शक्रं सुरास्तथा सुबाहुरवितं नत्वा सितश्चाग्रे मुदान्विता ऊचु सर्वे महीपाला अयोध्याधिपतिं तदा त्वमस्माकं प्रभुशास्तादेव सेवकास्ते वयं सदा कुरु राज्यम् अयोध्यायां पालयास्मान् नृपोत्तमा त्वत्प्रसादन् महाराजा दृष्टा विश्वेश्वरी शिवा आदिशक्तिर्भवानी सा चतुर्वर्गफलप्रदा धन्यस्त्वं कृतकृत्योऽसि बहुपुण्योधरादले यस्माच्च त्वत्कृते देवी प्रादुर्भूता सनातनी न जानीमो वयं सर्वे प्रभावनृपसत्तमा चण्डिकायास्तमो युक्ता मायया मोहिता सदा धनदारसुतानां च चिन्तने विरता सदा मग्ना महानवे घोरे कामक्रोधक्षशाकुले पृच्छामस्त्वं महाभागा सर्वज्ञोऽसि महानदे केयं शक्ते कुतो जातो किं प्रभाववदस्वतल भवत्वं नौश्च संसारे साधवो अतिदयापरा तस्मान्नो वदकाकुत्सा देवी माहात्म्योत्तमं यत्प्रभावा च सा देवी यत्स्वरूपा यदुद्भवा तत्सर्वं श्रोतुमिच्छामस्त्वं ब्रूहि नृपरोत्तमा व्यासोवाच इति पृष्टस्तदा तैस्तो ध्रुवसन्धिसुतो नृपा विचिन्त्य मनसा देवीं तानुवाच मुदान्वितं सुदर्शनोवाच इन्द्रमेमि महीपाला तस्याश्चरितमद्भुतं ब्रह्मादयो न जानन्ति शेषा सुरगणास्तथा सर्वस्याद्या महालक्ष्मीर्वरेण्या शक्तिरुत्तमा सात्विकीयं महापाला जगत्पालनतत्परा सृजते या रजोरूपा सत्यरूपा च पालने संहारे च तमोरूपा त्रिगुणा सा सदा मदा निर्गुणा परमाशक्ति सर्वकामफलप्रदा सर्वेषां कारणं सा हि ब्रह्मादीनां नृपोत्तमा निर्गुणा सर्वथा ज्ञातुमशक्या योगिभिर्नृपा सगुणा सुखसेव्या सा चिन्तनीया सदा बुधे राजानौजो बालेव वरं प्राप्तस्तुं नो तु नूनं भयातुरा कथं ज्ञाता त्वया देवी परमाशक्तिरुत्तमा उपासिता कथं चैव पूजिता च कथं नृपा या प्रसन्ना तु साहाय्यं चकार त्वरयान्विधा सुदर्शनोवाच बालभावान् मया प्राप्तं बीजं तस्यासु सम्मतं स्मरामि प्रजवन्नित्यं कामबीजाभिधं नृपा ऋषिभिः कथ्यमाना सा मया ज्ञाताम्बिका शिवा स्मरामि तां दिवारात्रं भक्त्या परमया परां श्रीव्यास उवाच तन्निशम्य वनस्तस्य राजानो भक्तितत्परा तां मध्वा परमां शक्तिं निधेयुः स्वगृहान् प्रति सुबाहुरगमल्काश्यां तमावृत्स्य सुदर्शनोऽपि धर्मात्मा निर्जगामा सुकोसलान् मन्त्रिणसौरवं श्रुत्वा हतं शत्रुजितं रथे जितं सुदर्शनं चैव बभूव प्रेमसंयुता आगच्छन्तं नृपं श्रुत्वा तं साकेन निवासिना उपायनानि उपादाय प्रयुः सम्मुखे जनाः तथा प्रगतय सर्वे नानोपायनवाणया ध्रुवसन्धिसुतं दत्त्वा मुदिता प्रयुप्रजा स्त्रियोपसंयुता शोधं प्राप्य अयोध्यां सुदर्शना सम्मान्य सर्वलोकां श्रेयो राजान्वेषणो वन्दिभिः स्तूयमानसो वन्द्यमानश्च मन्त्रिभिः कन्याभिः कीर्यमाणश्च राजैः सुमनसैः सदा श्रीमहादेवनमस्विति श्रीमद्देवी भागवते तृतीयस्कन्धे चतुर्विंशोऽध्यायः सर्वथा श्रीमद्देवी नामसङ्कीर्तनं श्रीमहादेवी नमः। മണിദ്വീപ് ഭക്ഷണം ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. 1:05 കൊണ്ടാണ്. ശ്രീ മഹാദേവി നമഃ. അമ്മ നമ്മൾ 1:15 പറഞ്ഞില്ലേ, സമ്മതിച്ചിട്ടില്ലേ? ശ്രീ മഹാദേവി നമഃ. അവിടെ മണിദ്വീപത്ത് നിന്ന് എല്ലാവരും കൂടിയിട്ട് അമ്മയെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ വായിച്ചത്. വിഷ്ണു സ്തുതിച്ചതായി. അതിനുശേഷമാണ് ശിവനും ബ്രഹ്മാവും സ്തുതിച്ചത്. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക സ്വരത്തിലുള്ള ഈണത്തിലുള്ള നല്ല സ്തുതിയാണ്. ആ സ്തുതി അമ്മ നല്ലോണം കേട്ടു. എന്തൊക്കെയാണ് കേട്ടത്? താത്വികമായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് അറിവ് കിട്ടണമെങ്കിൽ അത് അമ്മ പറഞ്ഞു തന്നാലതാണ് പറ്റില്ല. കാരണം ഞങ്ങൾ അനവധി രോഗങ്ങൾ കടന്നിട്ട് അവിടെ വന്നൊക്കെ മറന്നു. സ്ത്രീകളായി ഞങ്ങൾ, അത് കാരണം ഒന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ
പ്രകൃതിയിലേക്ക് അമ്മ ഗുണത്തെ ചേർത്തു എന്നാണ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗുണസ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതേപോലെ ഓരോ ജീവൻ ശരീരത്തെ സ്വീകരിച്ച് വരുമ്പോൾ അതിൻ്റെ കർമ്മങ്ങൾ അത് എപ്രകാരത്തിലാണ് കൊടുക്കേണ്ടത്. കാരണം ഇവർ ത്രിമൂർത്തികളല്ലേ, കൊടുക്കേണ്ടത് എങ്ങനെ? എല്ലാവരും അമ്മ പറയുന്നതാണ് അനുസരിക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾ അത് എങ്ങനെ അനുസരിപ്പിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരണം. അനവധി ബ്രഹ്മാണ്ടങ്ങൾ ഞങ്ങൾ കണ്ടു. ഓരോന്നിലും പ്രത്യേകമായിട്ടുള്ള കണ്ടത്. ഞാൻ ഇവിടെ ചെയ്തതല്ല മറ്റേ ബ്രഹ്മാണ്ടത്തിൽ മറ്റേ ശിവൻ ചെയ്യണത്. മനസ്സിലായില്ലേ? ഇതെല്ലാം അമ്മയുടെ ലീലയാണ്. അതുകൊണ്ട് അമ്മയെ അനുസരിക്കാനുള്ള ഒരു സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? വിനയമാണ് അല്ലേ? ആ വിനയ ശുശ്രൂഷ അഭാവമാണുള്ള ഭക്തി അത് തരൂ. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെറും ഭക്തി കേവല ഭക്തി അല്ല കേട്ടോ. അവിടെ ഡ്യൂട്ടീസ് ഉണ്ട്. നമുക്ക് ഡ്യൂട്ടീസ് ഒന്നുമില്ല. നമുക്ക് എന്താ ഡ്യൂട്ടീസ്? ഭർത്താവിനും അത്രയേ ഉള്ളൂ. സാറില്ല. ഇവിടെ അങ്ങനെയല്ല, പലതും ഉണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ആശ്രയത്തെ തരും. നിയന്ത്രണം നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് വേണ്ടത് അല്ലേ? തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയാൻ കൂടെ ഒരാളുടെ വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? മഹാദേവൻ അതാ പറഞ്ഞത്. എന്താ മഹാദേവന്റെ ഡ്യൂട്ടി? കൊല്ലലാണ് എല്ലാവരെയും അല്ലേ? അപ്പോൾ വേണ്ടവരെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണം കൊല്ലാനായിട്ട്. എല്ലാവരും ഒരേപോലെ കൊന്നാൽ ശരിയാകുമോ? എല്ലാവർക്കും 100 വയസ്സ് പറ്റില്ല. എല്ലാവരെയും മറ്റേ മടാകൊണ്ട് വെട്ടിയിട്ട് പറ്റില്ല അല്ലേ? എല്ലാം വ്യത്യാസമുണ്ട്. ആ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മരണത്തെ വിധിക്കേണ്ടത്. അത് നിത്യം നൈമിത്തികം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യിക്കണം എന്നെ കൊണ്ട്. കാരണം അമ്മയാണ് എൻ്റെ ഭർത്താവ്. എന്താ മനസ്സിലായി? ശിവൻ പറയാണ് എന്നെ ഇപ്പോൾ ഭർത്താവായിട്ട് അമ്മ കണക്കാക്കിയിട്ടില്ലേ അല്ലേ? എന്നെ ഭർത്താവായിട്ടാണ് അമ്മ കണ്ടിറക്കണത്. അപ്പോൾ ഞാനാണോ ഭർത്താവ് അമ്മയാണോ എൻ്റെ ഭർത്താവ് ചോദിച്ചേക്ക് നല്ല ശരിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഭർത്തൃയാണ് അല്ലേ? ഭർത്തൃയല്ലേ? ഞാൻ ചോദിക്കാൻ നീ വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ എന്നെ അമ്മ ലീലയാ ആണ് ഈ ഉദ്യോഗം തന്നിട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ സേവകൻ മാത്രമാണ്. തവ പാദാബ്ജം അത് മാത്രമേ എനിക്ക് എന്തുള്ളൂ? രക്ഷയായിട്ടുള്ളൂ. അതേപോലെ ഈ വിധികൾ കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞല്ലോ. ദാനവ്രത തപസ് ഒക്കെ. ഇതൊക്കെ ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു സമയം കിട്ടുമെന്നാണ് ചോദിച്ചു. ശിവൻ എപ്പോഴും തപസ് ചെയ്യാണ്, അതറിയില്ലേ? ബ്രഹ്മാവ് എപ്പോഴും തപസ് ചെയ്യാണ് അതറിയും അല്ലേ? ബ്രഹ്മാവിൻ്റെ പേരെന്താ? ശതധൃതി എന്ന. ശിവന്റെ പേരെന്താ? ധൃതവ്രതൻ എന്ന. നമ്മൾ രണ്ടും ചെയ്യാറില്ലല്ലോ. വ്രതം അതായത് വ്രതം അത് ധരിച്ചവനാണ് ധൃതവ്രതൻ. ശതധൃതി എന്നുള്ളത് സദാസമയത്തും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യിക്കാൻ ഞങ്ങളെ കൊണ്ട് അമ്മ തന്നെ എന്ത് വേണം? ചെയ്യിക്കായിട്ട് വേണം. ഭജിക്കാനുള്ള മന്ത്രം അമ്മ പറഞ്ഞു തന്നെയായിരുന്നു. അത് ഞങ്ങൾ മറന്നു. അതൊന്ന് പറഞ്ഞു. ആ മന്ത്രമാണ് ഓം ഐം ഹ്രീം ചാമുണ്ടായ വിച്ഛേദം. ആ മന്ത്രത്തെ പറഞ്ഞു കൊടുത്തു. വീണ്ടും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം ശിവന്റെ സ്തുതി പറഞ്ഞപ്പോൾ പിന്നെ ബ്രഹ്മാവ് പറയാണ് അമ്മേ ഞാനും ഇതേപോലെ തന്നെ അമ്മയിതാ സ്തുതിക്കുകയാണ്. നാരദനോട് പറയാൻ കേട്ടോ. എന്നാലും എൻ്റെ പ്രജകൾക്കുള്ള ആഹാരത്തെ ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആരാ കൊടുക്കേണ്ടത്? ബ്രഹ്മാവ് കൊടുക്കേണ്ടത് അല്ല, വിഷ്ണുവാണ് കൊടുക്കേണ്ടത് അല്ലേ? വിഷ്ണുവാണ് കൊടുക്കേണ്ടത്. പക്ഷേ പറയാം അതിന് വേണ്ടതൊക്കെ ചെയ്തു തരണേ. അതിന് വേണ്ട സൃഷ്ടിക്കേണ്ടതാരാ? ബ്രഹ്മാവാണ്. ധാന്യം സൃഷ്ടിക്കേണ്ടതാരാ? ബ്രഹ്മാവാണ്. കൊടുക്കലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണു? ഞാൻ അങ്ങയുടെ ഭക്തിയെ ആഗ്രഹിക്കണു. പ്രാർത്ഥിപ്പൂ ഭവഭീതി നാശചതുരേ മുക്തിപ്രദേ ഭക്തി ഏകാൻ മോഹകൃതാർത്ഥി ശൃംഖലയറുക്കാനും ജഗന്നായികയെ പ്രാർത്ഥിച്ചു. അപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? എനിക്ക് സൃഷ്ടിക്കാനുള്ള വസ്തുക്കളെയൊക്കെ അമ്മ തരണം, ജ്ഞാനവും അമ്മ തരണം. അതേപോലെ അമ്മ ഈ ആൾക്കാരെ മറ്റേ അല്ലേ ഓങ്കാരൊക്കെ ചോദിച്ചുകൊണ്ട് ഹിമാലയത്തിലൊക്കെ ഒന്ന് നോക്കും വായൊക്കെ പിടിച്ച് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയുടെ നാമം ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് നിന്നാമം ഒരാളുടെ വല്ലപ്പോഴും പാടിയാലും വരും മുക്കുതി. ഇത് വേദമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അല്ലാച്ചാൽ ആ വേദം പറഞ്ഞത് മിഥ്യയാണ് എന്ന് കണക്കാക്കേണ്ടി വരില്ലേ? തുരീയം പവിത്രം ചരിത്രം സ്മരിക്കാതെയും ദേവി നിന്നാമജാലം മഹേഷി ജപിക്കാതെയും കാണി നേരം കഴിക്കാ പരം തത്വം എന്തെന്നറിഞ്ഞുള്ളൊരാദ്യൻ. സദാസമയത്തും നമ്മൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. എന്താ വേണ്ടത്? കാളി 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 ദേവി സരസ്വതി ഏതാ ചാം. നമ്മൾ വിചാരിക്കും ഈ നാരായണൻ ജപിക്കുന്ന പോലെ കിട്ടണില്ലോ അല്ലേ? നമ്മളെന്താ സൂത്രപ്പണി ചെയ്യാലോ? അമ്മ നാരായണ ദേവി നാരായണ സൂത്രാതേ കാളി കാളി പറയാൻ പറ്റുന്നില്ല. കാളി നാമല്ല. കാളി കാളി എന്ന് വേണം.
മനസ്സിലായില്ലേ? ലക്ഷ്മി ലക്ഷ്മി എന്ന് വേണം, അല്ലാണ്ട് ലക്ഷ്മി പോരാ. ലക്ഷ്മി എന്നായാലേ ലക്ഷ്മി നാമം പൂർത്തിയാവുള്ളൂ. കാളി എന്നായാലേ കാളിയിലെ ഊഷ എന്നായാലേ ഉഷയാവുള്ളൂ. നമ്മളെന്താ ചെയ്യാറ്? ഉഷ എന്നല്ലേ പേരിടാറും, ഊഷ ആണ്. അങ്ങനെയുണ്ട്, ദീർഘാണ്. അപ്പം അതുകൊണ്ട് അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല ഒരാളും തുതീയം. ഈ അമ്മയുടേതായാലും മഹത്വം ഇല്ലേ, അതറിയാത്തത് കൊണ്ടല്ലേ. എന്താ മഹത്വം? ഈ ഭക്ത വാത്സല്യം. ഇത് നല്ലോണം അറിയുന്ന ഒരാള് ഈ മൂക്കും വായും പിടിച്ച് എന്ത് ചെയ്യില്ല? ചെയ്യില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കാറുള്ളൂ. എന്താ? ഈ നമുക്കൊക്കെ ഉള്ള സംശയം ചോദിക്കാൻ പോകുന്നത്, അമ്മ ആണാണോ പെണ്ണാണോ എന്നാ ചോദ്യം. അതോ രണ്ടും കൂടി ഇതാണ്. ഈ ദൃശ്യലോകത്തിൽ നിന്ന് മുമ്പല്ലോ പരൻ പുമാൻ. നമ്മൾ സാധാരണഗതിയിൽ പുരുഷനെ മുമ്പിലായിട്ട് കണക്കാക്കും. ഇപ്പല്ല, ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞല്ലോ. വേദവാക്യം മിഥ്യയായി കൽപ്പിക്കാൻ അരുതെങ്കിലും വൈരുദ്ധ്യമായി തോന്നിടുന്നു വേദവാക്യം മനസ്സിന്മേ. ആ ബ്രഹ്മാവിന് പോലും സംശയം തോന്നിയെന്ന. എന്താ കാരണം? അമ്മ ഭഗവാന്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. അമ്മ തന്നെ രണ്ടായിച്ചാൽ അമ്മയല്ലേ മീതെ നിൽക്കേണ്ടത്? അമ്മയല്ല മീതെ നിന്നത്. ആരാ മീതെ നിന്നത്? ശിവനാണ് മീതെ നിന്നത്. അത് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വന്നത്? നിങ്ങൾ ആരെങ്കിലും ഈ സാളഗ്രാമങ്ങൾ കണ്ടുണ്ടോ? സാളഗ്രാമങ്ങൾ ഇങ്ങനെ അടിയിലൊരു പാത്രം, മുകളിലൊരു അങ്ങനെയൊക്കെയായിട്ട് സാളഗ്രാമം കണ്ടിട്ടില്ലേ? പോട്ടെ, ഞാൻ വിട്ടു. സാളഗ്രാമം എന്നുള്ളത് വലിയൊരു അടിയിലത്തെ ഒരു പാറ. ആ പാറയുടെ ഉള്ളിൽ ചക്രം അല്ലെങ്കിൽ പല ഇതായിട്ട് കൊത്തി ഉണ്ടാവും. ആരാ കൊത്തി ഉണ്ടാവുക? പ്രാണികളാണ് കൊത്തി ഉണ്ടാവുക. ഗണ്ഡകി നദിയിൽ വെച്ചിട്ട് ഈ പ്രാണികൾ, അത് തുളസിയുടെ ഒരു ശാപ. ഏതായാലും ആ ശിലയിൽ മുകളിലത്തെ ഭാഗം ചെറിയതായിട്ടും അടിയിലത്തെ ഭാഗം വലുതായിട്ടും അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീകൾ വലുതും പുരുഷൻ എന്നുള്ളത് ചെറുതുമായിട്ടാണ് സാധാരണ ഈ സാളഗ്രാമങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ മഹാദേവനെയാണ് വലുതായിട്ട് അമ്മ കാണിച്ചത്. അത് എന്തുകൊണ്ടാണ് അമ്മ ഇപ്രകാരത്തിൽ എന്ന് ചോദിക്കുക. പിന്നെ അദ്വിതീയം ബ്രഹ്മമേകം, രണ്ടെന്ന് ഇല്ല എന്നാണല്ലോ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞത്. അമ്മ ബ്രഹ്മ എന്നിപ്പോൾ നേരത്തെ പറയും ചെയ്തു. വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ ബ്രഹ്മാണ്. അപ്പോൾ അതെങ്ങനെയാ? എനിക്കൊരു സംശയമായി. ശങ്ക തീർത്തു തന്നാലും അവനോ നീയോ ശിവേ? ബ്രഹ്മം ആരാന്ന് ചോദിക്കുക. ആണാണോ പെണ്ണാണോ ശങ്കെന്ന് തീർത്തു തന്നാലും. അപ്പോൾ അമ്മ ഉത്തരം പറയാം. ദേവിവാച ഒന്നേയുള്ളൂ ഭേദമില്ല, ഇങ്ങ് എനിക്കും അവനും സദാ, അവൻ താൻ ഞാൻ അവനും ഭേദം ബുദ്ധിഭ്രമത്തിനാൽ. നിന്റെ ബുദ്ധി ശരിയല്ല, അതുകൊണ്ടാണ് ആണ പെണ്ണെന്ന് നീ കണക്കാക്കുന്നത്. ഭദ്രകാളി മഹാദേവനോട് പറഞ്ഞു, അച്ഛാ എന്നെ എല്ലാവരും കൂടിയിട്ട് എന്താ പെണ്ണ എന്ന് പറയണു, എനിക്കതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭദ്രകാളി കുറച്ച് കോപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, കാളിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും കാളിയെ പെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുലം ഇന്ന് മുതൽ നശിക്കും. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സ്ത്രീ എന്നുള്ള നിലയ്ക്കല്ലേ ഭദ്രകാളിയോട് പറയാനോ, ഇനി മേലാൽ പറയേണ്ട, കുലം നശിക്കും. മഹാദേവൻ കൊടുത്ത വരാണ്. എൻ്റെ ചെറിയ പുസ്തകം വാങ്ങിയിട്ടില്ല, 80 ഉറുപ്പിയുടെ. അത് വായിച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രമാണം എന്താണെന്നർത്ഥം? ഞങ്ങൾക്കുള്ള അന്തരം സൂക്ഷ്മം ഗ്രഹിച്ചവൻ തന്നെ ബുദ്ധിമാൻ, ഭവൻ നിർമുക്തനായി തീരും അവൻ സംശയമില്ലതിൽ. ഇപ്പം ഞങ്ങൾ ആണ പെണ്ണെന്നോ അല്ലെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമ്മൾ സ്ത്രൈനായിട്ടല്ലേ കാണാറും? അതെ അല്ലേ? അതെന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ഈ രൂപത്തെയാണ് ഈശ്വരനായിട്ട് കണ്ടത്. അപ്പോൾ ഉണ്ടാവൽ എങ്ങനെയാണ് ഉണ്ടായത്? സ്ത്രീയിൽ നിന്നാണ് ഉണ്ടായത്. സ്ത്രീയിൽ നിന്നുണ്ടായപ്പോൾ ആ ഭാവം ഏതായി? മാതൃഭാവമായി. അതുകൊണ്ട് അമ്മയായിട്ട് കണ്ടു. ഞാൻ എന്നെ തന്നെയാണ് കണ്ടതേ. ഞാൻ ഉണ്ടായതാണ്. ഈ ഉണ്ടായത് ഇതിൽ നിന്നാണ്? സ്ത്രീയിൽ നിന്നാണ്. അപ്പോൾ മാതൃഭാവം എങ്ങനെ വന്നു? അതുകൊണ്ട് സ്ത്രീയായിട്ട് കണ്ടു. അതല്ലാതെ കണ്ട് മറ്റേ മരങ്ങൾക്ക് ആണ് പെണ്ണുണ്ടോ? മരങ്ങൾക്കാണ് പെണ്ണുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നട്ടോ, നിശ്ചയില്ല എനിക്കിപ്പോൾ. ഏതായാലും സൃഷ്ടികാലം വരുന്ന നേരം ഞങ്ങൾ രണ്ടായി തീർന്നിടും, അത്രയേ ഉള്ളൂ. ഇനി സൃഷ്ടികാലം അവസാനിച്ചു കഴിഞ്ഞാലോ ഒന്നായിട്ട് മാറുകയും ചെയ്യും. സൃഷ്ടി ഉള്ള സമയത്തും ഞങ്ങൾ ഒന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആണുമല്ല പെണ്ണുമല്ല ക്ലീബവുമല്ല. പിന്നെ ഈ സൃഷ്ടിയിൽ ഈ ഭേദം ഞാൻ കൽപ്പിപ്പൂ ബുദ്ധി കൊണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിശേഷ ബുദ്ധി ഉള്ളവരാണ്, അതുകൊണ്ടാണ് നമുക്ക് രണ്ട് എന്ന് തോന്നാനുള്ള കാരണം. ഇത് അമ്മ പറഞ്ഞു, എല്ലാം ഞാൻ തന്നെയാണ് നിശ്ചയിക്കുക പത്മജ, വേറെ യാതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇനി ഞാനാരാ എന്ന് പറയാം. എന്താണ് ഞാൻ? സൂര്യനിൽ നിന്ന് കിട്ടുന്നുള്ള പ്രകാശം ഉണ്ടല്ലോ, അതാണ് ഞാൻ. സൂര്യനാരാ? സൂര്യൻ ഭഗവാനാണ്, കുമാനാണ്. ഈ ഭൂമിയുടെ ഗുണം എന്താ?
പുറ്റുമണ്ണ് എടുത്തു കഴിഞ്ഞാൽ വാസനിച്ചാൽ മനസ്സിലാവും അല്ലേ? ഭൂമിയുടെ ഗുണം ഗന്ധമാണ്, ജലത്തിൻ്റെ ഗുണം രസമാണ്. വെള്ളത്തിന് എന്താ മധുരല്ലേ? വെള്ളത്തിന് മധുരല്ലേ? വെള്ളത്തിന് മധുരമാണ്. അയ്യോ ഞാൻ പറ്റില്ല കേട്ടോ, സയൻസ് കൂടി പറഞ്ഞില്ലേ. പോട്ടെ. മധുരരസം എന്നത് സാത്വിക രസമാണ്. പിന്നെ നമ്മൾ ചേരുവകൾ ചേർക്കുമ്പോൾ ഇത്തിരി പഞ്ചാര അധികം ഇട്ടാൽ ചായക്കധികം മധുരമാണ്. മൂന്നാമത്തെ അഗ്നി. അഗ്നിയുടെ ഗുണം എന്താ? അഗ്നിയുടെ ഗുണം രൂപമാണ്. ഈ അഗ്നിക്ക് രൂപമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നല്ല. നമ്മൾ ഹോമമൊക്കെ ചെയ്യുന്ന സമയത്ത് കാറ്റൊന്നും ഇല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ ഹോമിക്കുമ്പോൾ നെയ്യ് കുറച്ച് ഒന്നിച്ച് ഹോമിച്ചാൽ, അല്ലെങ്കിൽ നല്ലോണം കത്തണ വസ്തുക്കൾ ഹോമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദേവൻ്റെ രൂപമൊക്കെ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നതൊക്കെ കറക്റ്റ് ആവുകയാണ് വെച്ചാൽ നമുക്ക് ക്യാമറയിൽ കിട്ടും ഈ രൂപമൊക്കെ. നാലാമത്തെ വായുവാണ്. വായുവിൻ്റെ സ്പർശമാണ് ഗുണം അല്ലേ? വായുവിന് എന്നാണ് വായു തട്ടിയതുകൊണ്ട് ഇല്ലേ? ഫാനിൻ്റെ കാറ്റ് ഇപ്പോൾ ഓഫാക്കി കിടക്കുക, അപ്പോൾ മൈക്കിൽ വരണ്ട വെച്ചിട്ടാണ്. അപ്പോൾ തട്ടിയാൽ വിവരം അറിയാം. എനിക്കറിയില്ലെങ്കിലും മൈക്ക് പറഞ്ഞു മോളും ഇല്ലേ? അപ്പോൾ സ്പർശമാണ്. പിന്നെ ആകാശം. ആകാശത്തിൻ്റെ ഗുണം എന്താ? നിങ്ങളൊക്കെ മരിച്ചോന്ന് എങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതറിയോ? ഇപ്പം മരിച്ചെടുക്കണോ? ഇല്ലേ? ഉറപ്പാ? എങ്ങനെ കണ്ടുപിടിക്കുക? അവനവൻ്റെ ചെവി പൊത്തി വെക്കും. ഒരു മൂളലില്ലേ നോക്കിയാൽ മതി. പൊത്തി തുറക്കും. പൊത്തിക്കഴിഞ്ഞാൽ മൂളൽ അകത്തുണ്ടാവും. അകത്ത് മൂളലില്ലാച്ചാൽ നിങ്ങൾ മരിച്ചു. അകത്ത് മൂളൽ ഉണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവില്ല. പ്രകൃതിയിലുള്ള അതിൻ്റെ നിയമം നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നത് ശംഖിലാണ്. ശംഖ് നല്ല ജീവനുള്ള ശംഖാണെങ്കിൽ, എല്ലാ ശംഖിനും ജീവൻ ഇല്ല കേട്ടോ. ശംഖിന് ജീവനുള്ളതാണെങ്കിൽ ചെവിയിൽ വെക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാലും വലത്തെ ചെവിയിൽ വെക്കാം. പിന്നെ അത് ദേവാലയത്തിനോട് എടുക്കാൻ പാടില്ല കേട്ടോ. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഹമ്മിങ് ഇങ്ങനെ കിട്ടും. കടലിൻ്റെ ശാന്തമായിട്ടുള്ള കടൽ, ആ കടലിൻ്റെ അവിടെ നിന്ന് വരമ്പക്കം കേൾക്കാം. ശാന്തമായിട്ടുള്ള കടൽ, ഒരു തിര പോലും ഇല്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ എരമ്പക്കം കേൾക്കാം. എന്താ കാരണം? ഈ ഓങ്കാരം എല്ലാ ദിക്കിലുമുണ്ട്. ബ്രഹ്മാണ്ടം എവിടെയൊക്കെയാണോ വ്യാപിച്ച് കിടക്കുന്നത് അത്രയും സ്ഥലം ഈ ശബ്ദം ഉണ്ടാവും. എത്ര സ്ഥലത്താണോ പരുന്ത് തുടങ്ങിയുള്ളതൊക്കെ ആകാശത്തേക്ക് പറക്കുന്നത് അത്രയും വരെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടാവും, പ്രാണവായു ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അതൊക്കെ നിയമങ്ങളാണ്. ഇപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇപ്രകാരത്തിലാണ്. നീരിൽ തണുപ്പായി സൂര്യങ്കൽ ജ്യോതിസായി, തീയിൽ ഉഷ്ണമായ ചന്ദ്രങ്കൽ മഞ്ഞുമായും ഞാൻ വർത്തിക്കുന്നു യഥാതഥം. ഇനി ഈ ശക്തി ഇല്ലാത്ത ഏതായാലും ശരി അത് ജഡമാണ്. നമ്മൾ ചത്തുപോയാൽ നമുക്കറിയാം, ഭൂമിയുടെ ഈ ഭൂമി നശിച്ചാൽ മാത്രമേ അതിൻ്റെ ഗന്ധം നഷ്ടപ്പെടുള്ളൂ. നമ്മൾ ഇത്തിരി മണ്ണെടുത്തിട്ട് അതിന് വാസന കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. അതിൻ്റെ ഉള്ളിൽ മണമുണ്ട്. എത്ര കുറച്ച് മണ്ണായാലും അതിൻ്റെ ഉള്ളിൽ മണമുണ്ട്. അത് നമുക്ക് കിട്ടണില്ല എന്ന് മാത്രമേ. അതുകൊണ്ടാണല്ലോ മറ്റേ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നായ്ക്കൾ തുടങ്ങിയുള്ളവരൊക്കെ പക്ഷികളൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ പറയാണ് സംഹരിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തിൽ ഇപ്പോൾ എങ്ങനെയുള്ളത്? കാലം, കർമ്മം, സ്വഭാവം, ദ്രവ്യം, ജീവൻ, 5 ഇതിനെ പഞ്ചീകരിച്ചതാണ്. മോളും കിടന്നെ നോക്കട്ടോ, എന്തെങ്കിലും കിട്ടില്ല ഇപ്പോൾ സയൻസ്. എന്നിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, സമയമില്ല എന്നാലും ശരി. കാലം, കർമ്മ, സ്വഭാവം, ജീവൻ, ദ്രവ്യം. അതിൽ ഒരെണ്ണം ദ്രവ്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പഞ്ചഭൂതം, അതിൻ്റെ തന്മാത്രകൾ 10. പിന്നെ സ്വഭാവം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞില്ലേ, എനിക്കൊന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. സ്വഭാവമാണ്, പെരുമാറ്റം എന്നുള്ളതല്ല. അങ്ങോട്ട് നോക്കിയത് ഇങ്ങോട്ട് നോക്കിയതല്ല കുഴപ്പം. അതിൻ്റെ ഉള്ളിലൊരു സംഗതിയാണ്. എന്താ? ഈ ഉള്ളിൽ നിന്നുള്ള പ്രേരണ. ഇപ്പം എവിടെ ഇരിക്കുന്നത്? സദസ്സിലായിരിക്കണത് അല്ലേ? എന്തിനായിരിക്കണത്? ഭാഗവതം കേൾക്കാനായിരിക്കണത്. ഞാൻ പറയണത് ഭാഗവതമല്ല എന്നുള്ളത് എൻ്റെ കുഴപ്പം. പക്ഷേ ഭാഗവതത്തിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടാനാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോഴാണ് ഒന്നങ്കട കാക്ക അപ്പത്ത് ചോറ് മണം ഇവിടെ ശരിയല്ലേ. അപ്പം ഇത് സ്വഭാവം. പിന്നെ അടുത്തതോ കർമ്മം അല്ലേ? കർമ്മമാണ്. നമ്മളറിയാതെ കൊണ്ട് നമുക്കൊരു എത്ര സെക്കൻഡ് ഒരു കർമ്മം ചെയ്യാതെ ഇരിക്കാൻ സാധിക്കും? ശ്വാസം പോട്ടെ, ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു ആളിങ്ങനെ നിൽക്കാനാണോ ഇരിക്കാനോ ഏറ്റവും സുഖം? കിടക്കാനാണോ നിൽക്കാനാണോ ഇരിക്കാനോ ഏറ്റവും സുഖം? നിൽക്കാനാണ്. ഇനിയിപ്പോൾ അതിന് തർക്കം വേണം, ബുദ്ധിമുട്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ 4 പുറത്തുനിന്നും ഈ
സൂചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സൂചി ഇങ്ങനെ എല്ലാ പുറത്തും സൂചി, നമുക്ക് അനങ്ങാൻ പറ്റരുത്. അങ്ങനെ അനങ്ങാൻ പറ്റാതെ കണ്ട് ഈ സൂചി ഉള്ളപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ പറയും അനൗൺസ് ചെയ്യും. ഒന്നേക്കാലം ഒക്കെ പോയി കഴിയും. ഈ സൂചി ഇങ്ങനെ വന്ന് മുട്ടുമ്പോൾ നമ്മുടെ ഈ ശരീരം അനങ്ങാതെ കണ്ട് എത്ര നേരം ഇരിക്കാനൊക്കെ ഉണ്ട്. അത് അത്രയും സമയം നമുക്ക് ഇളകാതിരിക്കാൻ സാധിക്കില്ല. പ്രമാണം പക്ഷികളെ സദാസമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷികളെ സദാസമയത്തും ചലിച്ചുകൊണ്ടിരിക്കും, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രമാണം നമുക്ക് എന്താണ് കുറച്ചും കൂടി ക്യാമറ നമ്മൾ വിചാരിച്ചത് അനങ്ങാതിരിക്കണമെന്ന് വിചാരിക്കണമെന്ന് കുറച്ച് നേരം പറ്റും. അതേപോലെ അടുത്തത് കാലം. ഈ കാലത്ത് തന്നെ നമ്മൾ ജനിക്കണം എന്നുള്ളത് നിശ്ചയിച്ച ആരാ? അമ്മയാണ്. പൂർവം ഇനി ഉത്തരവൊക്കെ ഉണ്ട്. കാലം അതാതനുസരിച്ച് സംഘം. ഞാൻ ഇവിടെ വരണമെന്ന് നിശ്ചയിച്ച് വളരെ ആദർശികമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ഇരിക്കണ്ടേ, ഞാൻ അവിടെ എടപ്പാളിരിക്കേണ്ട ആളാണ്. അപ്പോൾ അതുമല്ലെങ്കിൽ ഇനി അതും തമാശ അല്ല, എടപ്പാളിന്ന് ഈ വിവരം എനിക്ക് ആദ്യം തന്നെ വെച്ചാൽ ഞാൻ കൊല്ലത്തിരിക്കേണ്ട ആളാണ്. അപ്പോൾ കൊല്ലത്ത് ഒരു വായന വന്നതാണ്. അത് വലിയ വായനയാണ്, 5 ആൾ വേണം പോവാൻ, അത്രയും വലിയ വായന. അത് ഇതുണ്ടാവുക വിചാരിച്ചാൽ അത് ഒഴിവായി. ഇപ്പം അപ്പോഴാണ് അമ്മ വിളിച്ചത്, എന്നാൽ ഇവിടെ ആയില്ല കേട്ടോ, ഒന്നും ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ യോഗം അത്രയേ ഉള്ളൂ. ഇതാണ് കാലം നമ്മളെ കൊണ്ട് അതാത് സംഗതിയാണ് ചെയ്യുക. അതേപോലെ കോശങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ ഭക്ഷണം ഏട്ടമ്പ്രവെന്ന് പറഞ്ഞു, എന്താ ഭക്ഷണം? ഈ ഭക്ഷണം കൊണ്ടാണ് അന്നമയം, അമൃതമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. 5 കോശങ്ങളാണ്. ഈ അന്നത്തെ അമൃതാക്കാൻ നമുക്ക് കഴിവില്ല എന്ന് കൂട്ടായി അന്നം സ്വീകരിക്കാൻ ആരെങ്കിലും പോവോ? അരിയന്നം പിടിച്ചാൽ ആഹാരം കഴിക്കാൻ പോവോ? ഇല്ല അല്ലേ? അന്നമയം, അത് അമൃതമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇത് സ്വീകരിക്കണം എന്നുള്ള മനസ്സുണ്ട് അല്ലേ? അത് സാത്വികമായിട്ടുള്ള ആഹാരമാണെങ്കിൽ നമ്മുടെ ബുദ്ധി സാത്വികമായിട്ട് മാറും. ഇത് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതായി മനസ്സേ. എന്തൊക്കെ കൊണ്ടുവരും? മനസ്സ് വരുമ്പോൾ ഈ സ്വഭാവം, കർമ്മത്തിൻ്റെ ബാക്കി, പ്രാരബ്ധം അനുഭവിക്കേണ്ടതിൻ്റെ സഞ്ചിതം പ്രാരബ്ധം അല്ലേ, അത് മുഴുവൻ നമ്മൾ കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന മുഴുവനെ മനോമയത്തിലൂടെയാണ് പുറത്തേക്ക് വരും. അതിനെ പിന്നെ വിജ്ഞാനമയമാക്കിയിട്ട് മാറ്റും. എങ്ങനെ? അനുഭവിച്ചുകൊണ്ട്. അപ്പോഴാണ് പ്രാരബ്ധം തീരുള്ളൂ. അത് കഴിഞ്ഞാലോ, പ്രാരബ്ധം തീർന്നു കഴിഞ്ഞാൽ ആനന്ദമയം കിട്ടും. അതുവരെ എന്താ കിട്ടുക? ഇന്ദ്രിയ സുഖങ്ങൾ. സുഖാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ദുഃഖേച്ഛ സുഖമാനിന, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പഞ്ചകോശങ്ങൾ എല്ലാതും ഒരു പ്രത്യേക രീതിയിൽ കാരണത്താൽ ഞാൻ നിശ്ചയിക്കപ്പെട്ടു. ഞാൻ ഒരിക്കലും കാര്യമല്ല, കാരണമാണ്. നമ്മളിപ്പോൾ വായിച്ചല്ലോ ശ്ലോകം. ഇങ്ങനെ ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ സ്വീകരിക്കാനുള്ള, പഞ്ചവിഷയങ്ങളെ സ്വീകരിക്കാനുള്ള ഈ അവസ്ഥകൾ മുഴുവൻ വിരാട്ടായിട്ടുള്ള ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിരാട്ട് 5 തന്മാത്ര, മായ, മഹത്ത്, അഹം, സൂത്രാത്മാ. ഈ സൂത്രാത്മാക്കളാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയപ്പോൾ ഞാനും നിങ്ങളായിട്ടൊരു ബന്ധം ഒന്ന് കിട്ടിയിട്ടുണ്ടല്ലേ? അദ്ദേഹം ഊണ് കഴിക്കണം പറഞ്ഞു, ഞാൻ പറ്റില്ല പറയും. നിങ്ങൾ അവിടെ ഇരുന്നില്ലേ? സൂത്രാത്മാ. മോഹനിലായിട്ടല്ല അവിടെ ചോറ് കാത്തിരിക്കുക. ഇവിടെ അമ്മ ഊണ് കഴിക്കാൻ വേണ്ടി അമ്മയും കാത്തിരിക്കുക. നീ ആരാ ചോറ് കൊണ്ടുവന്നു? ചോറ് കൊണ്ടോ? അപ്പം ഈ സ്വീകരിക്കാനുള്ള അവസ്ഥ ആര് തരണം? സൂത്രാത്മാവായിട്ടുള്ള അമ്മയാൽ നിർദ്ദേശിതമാണ്. ഇങ്ങനെ ഒട്ടും പരിഭ്രമിക്കാണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? 7 പ്രമാണങ്ങളായിട്ടും 7 ഭാവങ്ങളായിട്ടും ദൃഷ്ടാന്തങ്ങളായിട്ട് 7 21 എണ്ണങ്ങളെ കൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രത്യക്ഷം, ഊഹം, ശബ്ദം, ഉപമ, അർത്ഥാപത്തി, സാക്ഷി, ഐതിഹ്യം, ഇങ്ങനെ 7 പ്രമാണങ്ങളെ കൊണ്ട്. അതേപോലെ ശാശ്വതം, ക്ഷണികം, ശൂന്യം, നിത്യം, അനിത്യത, കർത്തൃത, അഹങ്കാര, അഗ്രിമം, ഇങ്ങനെയെല്ലാം ഭാവങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടും. അതേപോലെ ബുദ്ധി, ആഗമം, യുക്തി, ചിന്ത, തർക്കം, ദൃഷ്ടാന്തം, ജ്ഞാനം, ഇങ്ങനെയുള്ളതിനെ കൊണ്ട് വിശകലനം ചെയ്താൽ നമുക്ക് ബുദ്ധിൻ്റെന്ന് വെച്ചതേ അത് വിശകലനം ചെയ്താൽ കിട്ടും. ഇപ്പം ശ്രദ്ധ ശരിക്കും ഇതിലാണെങ്കിൽ ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഇപ്പം ശ്രദ്ധ എന്താ? 1 മണി കഴിഞ്ഞ് 1:15 എപ്പോഴാണാകും ചോറ് കിട്ടുക? ഇങ്ങനെ എല്ലാ ഉപദേശങ്ങളും അമ്മ ബ്രഹ്മാവിന് വേണ്ടിയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ത്രിമൂർത്തികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മഹാദേവന് പാർവതിയെ കൊടുത്തു, വിഷ്ണുവിന് ലക്ഷ്മിയെ കൊടുത്തു, എനിക്ക് നാരദനോട് പറയാം, എനിക്ക് സരസ്വതിയെ തന്നു. പിന്നെ പറഞ്ഞു, ഞാനും വിഷ്ണുവും ശിവനും ത്രിമൂർത്തികൾ
ഞങ്ങൾ ഒന്നാണെങ്കിലും എനിക്ക് അത്ര യോഗ്യതയില്ലാണ്. വിഷ്ണുവിനും ശിവനും തുല്യമായിട്ടുള്ള യോഗ്യത. സാക്ഷാൽ ശിവൻ തന്നെ വിഷ്ണു, ശിവനോ വിഷ്ണു തന്നെയാം. പക്ഷെ ഞാൻ അത്ര ഇല്ല, ഞാൻ ഇത്തിരി താഴെയാണ്. പിന്നെ അമ്മ പറഞ്ഞു, എന്നിലെത്താനുള്ള മാർഗമായിട്ട് വാഗ്ബീജം, കാമരാജാഖ്യം, മായാബീജങ്ങളൊത്തതായി മുക്തിപ്രദം മന്ത്രം അങ്ങേക്കേകിനാൻ കമലാപദേ. നേരത്തെ മഹാദേവന് മന്ത്രം ഓർമ്മയില്ല എന്നിട്ട് ഓമഹ്രീം ചമണ്ടായി വെച്ചാന്ന് പറഞ്ഞില്ലേ? ആ മന്ത്രം വാഗ്ബീജം ഐങ്കാരം, കാമരാജാഖ്യം ക്ലീങ്കാരം, ഓം ഐം ക്ലീം അല്ലേ? പിന്നെ മായാബീജം ഹ്രീങ്കാരം, ഓം ഐം ക്ലീം ഹ്രീം. എങ്ങനെയായാലും അങ്ങനെയുള്ള മന്ത്രബീജങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർക്കും എന്നിലെത്താനുള്ള ഉപായത്തെ ഇത് എന്ത് വേണം? ജപിക്കണം. മോക്ഷകാമൻ ഈ മന്ത്രം പ്രണവത്തോടും മൂലം പ്രണവമായിട്ട് ജപിക്കണം. പിന്നെയോ, നിങ്ങൾ ഇങ്ങനെയാണ് പോയാൽ പോരാ. പോകുമ്പോൾ ഈ ഭാര്യമാരെ കൊണ്ടുപോയിക്കോളൂ. അവരെ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്? അപമാനിക്കല. വിഷ്ണുവിനോട് പറഞ്ഞു അമ്മ ആജ്ഞയായിട്ടാണ്, വൈകുണ്ഠം നിർമ്മിച്ചോളൂ. എന്താ വൈകുണ്ഠം? ഒരു തരത്തിലും ഒരു ദുഃഖവും വരാത്ത സ്ഥലം ഉണ്ടാക്കിക്കോളൂ. ലക്ഷ്മി സഹായിക്കുന്ന. ശിവനോട് പറഞ്ഞു അതിൻ്റെ താഴെയിട്ട് ഇത്തിരി കൈലാസം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. സത്യലോകം ഉണ്ടാക്കിക്കോളൂ എന്ന് ബ്രഹ്മാവിനോട് അതിൻ്റെ താഴെ ആയിട്ട് ഉണ്ടായിക്കൊള്ളാൻ പറഞ്ഞു. കാര്യകാരണ രൂപത്തിൽ 16 ഗുണം സ്മൃതം. അമ്മയുടെ 16 ഗുണത്തിനേക്കാൾ കൂടുതൽ പ്ലസ് ബുദ്ധിയും കൂടി ചേർത്ത് 17 എന്നാണ്. ശ്രീകൃഷ്ണത്തിന് 16 കലകളോട് കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ വന്നത്. പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും. പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ട് 16 കലകളോട് കൂടിയിട്ടാണ് മഹാവിഷ്ണു വന്നത്. അതിൽ അമ്മ എന്ത് ചെയ്തു? വിശകലനം കൂടി ചേർത്തു, ബുദ്ധിയും കൂടി ചേർത്തു. അങ്ങനെ 17 അമ്മ വന്നു. എന്നിട്ടോ കാര്യകാരണ രൂപത്തിൽ അതിൽ കാര്യവും കാരണവുമല്ല ഞാൻ. ആ പരംപുമാൻ ഇതിൽ രണ്ടിനും ഉപരിയാണ്. ഞാൻ കാരണമാണ്. ഈ നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ കാര്യമാണ്. നമ്മളൊക്കെ കാര്യത്തിൽപ്പെട്ടവരാണ്. നിർഗുണം പരമാത്മാവാണ്. അത് ദൃശ്യവുമായിട, അത് കാണാൻ പറ്റില്ല. അതേപോലെ സൃഷ്ടിയിൽ സഗുണ ഞാൻ. ഭഗവാന്റെ അവതാരങ്ങൾ മുഴുവൻ എങ്ങനെയാണ്? ഭഗവാൻ ഭഗവതി ആരായിക്കോട്ടെ സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് അവതാരം സ്വീകരിക്കും. എന്നാലോ എന്നെ എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്? ഈ ബീജമന്ത്രങ്ങളൊക്കെ ഏതില്ലാത്ത നിർഗുണ ഭാവത്തിലാണ് വരിക. നമ്മൾ ബീജമന്ത്രങ്ങളെ എന്തുകൊണ്ട് ജപിക്കാൻ പാടില്ല? ശക്തി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ആണ് ബീജമന്ത്രങ്ങളെ ഉച്ചരിക്കരുത് അല്ലെങ്കിൽ ജപിക്കാൻ എടുക്കരുത്. ഛന്ദസ് വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിർഗുണയായിട്ടുള്ള എന്നെ ഈ മന്ത്രത്തോട് കൂടിയിട്ട് എപ്പോഴും സ്മരിച്ചോളൂ. മാത്രമല്ല നിങ്ങൾക്ക് പുമാനൊത്ത് എന്നെ ഓർത്തെന്നാൽ സിദ്ധിക്കും കാര്യമൊക്കെയും. ഞാനും ദേവിയും ഭഗവാനും ബ്രഹ്മവും കൂടിയിട്ട് ഒരുമിച്ച് കണ്ടാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ശിവപാർവതിമാരെ നമ്മൾ സാധാരണഗതിയിൽ ശിവപാർവതിമാരായിട്ട് ഭഗവാനെയും ലക്ഷ്മി നാരായണന്മാരായിട്ട് മഹാവിഷ്ണുവിനെയും, എന്നാൽ സരസ്വതിയെ ബ്രഹ്മാവോട് കൂടിയിട്ട് അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല. സരസ്വതി മാത്രമേ നമ്മൾ കാണാറുള്ളൂ അല്ലേ? അതെങ്ങനെയാണ് കാണാറും? അത് 3ആയിട്ടാണ് കാണാറ്. സരസ്വതി ഇങ്ങനെ 3ആയിട്ട് കാണാം. സാവിത്രി, ഗായത്രി, സരസ്വതി എന്നാണ്. ഗായത്രി രാവിലെ, സരസ്വതി രാത്രി, സാവിത്രി ഉച്ചയ്ക്ക്. ഇങ്ങനെ 3 ഭാവത്തിലാണ്. അപ്പോൾ നമുക്കറിയില്ല. നമ്മളിപ്പോൾ സരസ്വതി കണക്കാക്കാറും നേരെ വിളിച്ചാൽ സരസ്വതി കണക്കാക്കും എന്നല്ലേ? ചോറ്റാനിക്ക് കഴിഞ്ഞാൽ ആദ്യം സരസ്വതിയാണ്. പക്ഷേ ദേവഭാഗവത പ്രകാരം ഇങ്ങനെയാണ്. എൻ്റെ നാരദനോട് പറയാണ്, ഞങ്ങൾക്ക് ഈ ഉപദേശമൊക്കെ കിട്ടി, എല്ലാ സംഗതികളും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതും ആ സമയത്ത് എന്ത് കണ്ടു? ഞങ്ങളൊക്കെ ആണുങ്ങളായി വീണ്ടും പുരുഷത്വം സ്വീകരിച്ചു. മാത്രമല്ല പുരുഷത്വം സ്വീകരിച്ചു. ഞങ്ങൾ ഈ മധുകേടവന്മാരുടെ വധം നടന്ന അതേ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് സൃഷ്ടി പ്രകരണത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയും ചെയ്തു. 10 വിധ സൃഷ്ടിയെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്.